നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കൈതക്കൽ നഗർ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾ സംരക്ഷിച്ചു പോന്ന 100-ലധികം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. KNM ചന്ദ്രാപിന്നി ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദിൽ വെച്ച് തദ്കിറ 2026 തസ്കിയത്ത് ക്ലാസും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കൈതക്കൽ നഗർ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 27 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സാംസ്കാരിക നിലയം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 2 നിലകളിലായി പണിത കെട്ടിടത്തിൽ 2 നിലകളിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോൺ സി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, വാർഡ് മെമ്പർമാരായ PA ഷിഹാബ്, ഷമീർ നാലകത്ത്, റഷീദ സൈനുദ്ദീൻ, സഹീദ, ഓവർസിയർ നസീറ എന്നിവർ സംസാരിച്ചു. പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ ആ പണി പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. പിന്നീടാണ് ആ തുക ഉപയോഗിച്ച്, നമുക്കറിയാലോ ഒരു കാലഘട്ടത്തിലെ പൈസ അല്ല, പിന്നെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും, ഇഷ്ടികയുടെ സിമെന്റിൻ്റെ ഒക്കെ വില കൂടും. അങ്ങനെ വന്നപ്പോൾ അവർക്കത് പൂർത്തീകരിക്കാനായി സാധിച്ചില്ല. പിന്നീട് വീണ്ടും 2ാം തവണയും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നപ്പോൾ എങ്ങനെ ഇത് പൂർത്തീകരിക്കാമെന്നുള്ള ഒരു ആഗ്രഹം. നാട്ടിക ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾ സംരക്ഷിച്ചു പോന്ന 100-ലധികം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കുഞ്ഞുങ്ങളെ ഒഴുക്കിവിട്ടത്. 48 ദിവസം മുമ്പാണ് മത്സ്യത്തൊഴിലാളികൾ നാട്ടിക ബീച്ചിൽ കടലാമയിട്ട മുട്ടയ്ക്ക് വലകെട്ടി സംരക്ഷണം ഒരുക്കിയത്. 49ാം ദിവസം തിങ്കളാഴ്ച രാത്രിയാണ് മുട്ട വിരിഞ്ഞതും കുഞ്ഞുങ്ങൾ പുറത്തു വന്നതും. 100-ലധികം കടലാമ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ പിന്നീട് ബോക്സിൽ നിക്ഷേപിച്ചു. നായ്ക്കളുടെ ശല്യം ഏറിയതിനാലാണ് ബോക്സിൽ കടൽ വെള്ളം നിറച്ചാണ് സംരക്ഷണം നൽകിയത്. ചൂരലാമ വിഭാഗത്തിൽപ്പെടുന്നതാണ് കടലാമ കുഞ്ഞുങ്ങൾ. നാട്ടിക ബീച്ചിൽ ആദ്യമായാണ് കടലാമയുടെ മുട്ട വിരിയുന്നതും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും. മുൻപ് ബീച്ചിൽ കടലാമ മുട്ടയിടാറുണ്ടെന്നും താനെ വിരിഞ്ഞു പോവാറുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. കടലാമ സംരക്ഷണ വേദി സംസ്ഥാന കോഓർഡിനേറ്റർ രവി പനക്കൽ, മത്സ്യത്തൊഴിലാളികളായ അലി പണിക്കപ്പറമ്പിൽ, സുബൈർ പട്ടാട്ട്, MA അനീഷ്, നാഷാദ് പണിക്കവീട്ടിൽ, സലീം പട്ടാട്ട്, സാബു എന്നിവരാണ് മുട്ടയും കടലാമ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയത്. കൂടാതെ പ്രദേശവാസികളും ബീച്ചിലെ റിസോർട്ടുകളിലെത്തിയ വിദേശികളും സഹായവുമായി സ്ഥലത്തുണ്ടായിരുന്നു. കടലാമ സംരക്ഷണ സമിതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. എൻ്റെ പേര് രവി പനക്കൽ. നമ്മൾ കടലാമ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിൽ 10-15 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയും അതോടൊപ്പം തന്നെ ഫിഷറീസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ നിവേദനത്തിന് പുറത്ത് സർക്കാർ ഒരു GO ഈ ഫെബ്രുവരി 17-ാം തീയതി ഇറക്കിയിരിക്കുകയാണ്. കടലാമ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രദേശത്തെ സഹപ്രവർത്തകർ, അതുപോലെ ജനപ്രതിനിധികൾ, മറ്റ് വാർഡ് മെമ്പർമാർ, മറ്റെല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ 12ഓളം കടലാമ കൂടുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ പോലീസുമായി സംയുക്തമായി നമ്മൾ 2 കൂട് കുഞ്ഞുങ്ങളെ ഇറക്കി. ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ജനപ്രതിനിധികളും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാവരും കൂടി മറ്റ് 3ാമത്തെ കൂടിലെ കുഞ്ഞുങ്ങളെയും കൂടി ഇറക്കാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇങ്ങനത്തെ തരത്തിൽ സർക്കാർ സംവിധാനത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായുള്ളതിൻ്റെ പേരിൽ കടലാമകളെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടു കൂടി, സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KC രമേശ്, MV മുകേഷ്, KR പ്രജിത്ത്, KS രാധാകൃഷ്ണൻ,
കോമളം രാജൻ, TV മദനമോഹൻ എന്നിവർ സംസാരിച്ചു. തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 62 ലക്ഷത്തിലേറെ ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ വിശദീകരിക്കുന്നില്ല. ആ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകളിൽ 8 ലക്ഷം പേർക്ക്, ആ 8 ലക്ഷം പേർക്ക് കിട്ടുന്ന പെൻഷനിൽ ഒരു ചെറിയ സംഖ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്. KNM ചന്ദ്രാപിന്നി ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദിൽ വെച്ച് തദ്കിറ 2026 തസ്കിയത്ത് ക്ലാസും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ജാമി അബുസ്ഥാനുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പാൾ അംജദ് അമീൻ സുലാഹി ക്ലാസ് എടുത്തു. മസ്ജിദ് ഇമാം അജ്മൽ ബുസ്താനി ഖിറാഅത്ത് നടത്തി. KNM മണ്ഡലം പ്രസിഡന്റ് MB ഷാഹുൽ ഹമീദ്, സെക്രട്ടറി KA ബഷീർ, ട്രഷറർ PK റസാഖ്, യൂണിറ്റ് സെക്രട്ടറി PA മുഹമ്മദ്, അംസ ചന്ദ്രാപിന്നി, കുഞ്ഞി മുഹമ്മദ് ചാമക്കാല, MJ ഫൈസൽ, അയൂബ് നമ്പ്രാട്ടിച്ചിറ, KK അഫ്സൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, യൂണിറ്റ് പ്രവർത്തകരടക്കം 100ഓളം അംഗങ്ങൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഫോൺ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളെങ്കിൽ വേറൊരാള് പറഞ്ഞു തരാതെ ഇന്ന് 20ാമത്തെ നോമ്പാണ്, 21ാം രാവാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ് എന്ന് എനിക്ക് സ്വയം അറിയുന്നില്ല. കലണ്ടർ നോക്കിയാലേ പെട്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അവൻ അന്വേഷിക്കണം, നോക്കണം, കണക്ക് കൂട്ടണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നീയത്തിൽ സാരമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്രാമത്തെ നോമ്പാണെന്ന് പോലും അറിയാതെ യാന്ത്രികമായാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? നമ്മുടെ നോമ്പിന് നീയത്ത് എങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മുടെ നോമ്പ് എങ്ങനെയാണ് പൂർണ്ണമായ ഒരു പ്രതിഫലം ലഭിക്കുന്ന നന്മയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്ന ബോധം, എന്ന ചിന്ത ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇരിങ്ങാലക്കുടിയിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലക്കാട് കുറ്റിക്കാടൻ വീട്ടിൽ 57 വയസ്സുള്ള ജോസാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ഗാന്ധി ഗ്രാമിൽ നിന്ന് മുല്ലക്കാട്ടേക്ക് പോകുന്ന വഴി അംഗനവാടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണി മുതൽ കാർ ഇവിടെ നിർത്തിയിട്ടിരുന്നതായി പറയുന്നു. രാത്രി 9 മണിക്ക് ശേഷം സമീപവാസികൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കാറിനുള്ളിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും നാടൻ തോക്കും കണ്ടെടുത്തു. ഷർട്ടിൽ നിന്ന് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം എന്ന് നാട്ടുകാർ പറഞ്ഞു. മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മരത്തിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരാകര ആളക്കല്ല് ചേലൂക്കാരൻ ബാബുവിന്റെ മകൻ അനന്തുവാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. മലപ്പുറത്തെ സ്വകാര്യ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം. 2 മാസം മുമ്പാണ് വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് വീണ് അനന്തുവിന് പരിക്കേറ്റത്. അരയ്ക്ക് താഴെ തളർന്ന അനന്തുവിനെ വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകിയിരുന്നു. തുടർന്നാണ് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി മലപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ ഖാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് വീണ് പരിക്കേറ്റ ഒരു തൊഴിലാളി കൂടി മരിച്ചു. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള സേഫുൾ മണ്ഡലാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഈ മാസം 3-നാണ് ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളി പശ്ചിമ ബംഗാൾ സ്വദേശി മുഹമ്മദ് മെഹബൂൾ ഇസ്ലാം സംഭവ ദിവസം മരണപ്പെട്ടിരുന്നു. ചേനത്ത് തെരുവുനായ ആക്രമണം, ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. ചേനം പുതുപ്പള്ളി പരേതനായ കൊച്ചാക്കൽ മകൻ 67 വയസ്സുള്ള ദേവദാസാണ് മരിച്ചത്. അമ്മാളം സർവീസ് സഹകരണ ബാങ്ക് ചേനം ബ്രാഞ്ച് സെക്യൂരിറ്റി ജീവനക്കാരനായ ഇയാൾ തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ജോലിക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ചേനം ക്ഷീരസംഘം സൊസൈറ്റിക്ക് മുമ്പിൽ വെച്ച് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഞ്ഞാണിയിൽ കാർ ബൈക്കിലിടിച്ച് വാടാനപ്പള്ളി സ്വദേശിയായ യുവാവ് മരിച്ചു. വാടാനപ്പള്ളി ഗണേശമംഗലം കിഴക്ക് പന്തേഴ്സ് നഗറിൽ മഞ്ഞിപ്പറമ്പിൽ പുരുഷോത്തപ്പന്റെ മകൻ 38 വയസ്സുള്ള രാജീവാണ് മരിച്ചത്. കാഞ്ഞാണി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കിഴക്ക് വെച്ച് തിങ്കളാഴ്ച രാത്രി 9:30 അപകടം. കാഞ്ഞാണി മഞ്ചാടി ഷാപ്പിലെ മാനേജരായ രാജീവ് ഷാപ്പ് അടച്ച ശേഷം ബൈക്കിൽ സുഹൃത്തിനെ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് എതിരെ നിന്ന് അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചത്. ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് തലയ്ക്കും വയറിനും ഇരുകാലിനും ഗുരുതര പരിക്കേറ്റ രാജീവിനെ ഇടിച്ച കാറിലെ യാത്രക്കാർ ആംബുലൻസിൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ 3:50 മരിക്കുകയായിരുന്നു. അന്തിക്കാട് പോലീസ് കേസെടുത്തു.
ചേർപ്പിൽ അതിഥി തൊഴിലാളിയെ കൊന്നുകുഴിച്ചു മൂടിയ കേസിൽ പ്രതികളായ ഭാര്യയും കാമുകനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി മാർച്ച് 13. പാറക്കോവിലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി 40 വയസ്സുള്ള മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തി വീട്ടുപറമ്പിൽ കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയും കാമുകനും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഒന്നാം പ്രതി പശ്ചിമ ബംഗാൾ ഹൂഗ്ലി സ്വദേശി ബീരു, രണ്ടാം പ്രതിയും മൻസൂർ മാലിക്കിന്റെ ഭാര്യയുമായ രേഷ്മ ബീവി എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി കമ്മ്യൂണിസ്റ്റ് കെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ മാർച്ച് 13 വിധിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം 302, കുറ്റകരമായ ഗൂഢാലോചന 120B, തെളിവ് നശിപ്പിക്കൽ 201 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റക്കാരായി കണ്ടെത്തി. 2021 ഡിസംബർ 13 പുലർച്ചെ 1 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒരുമിച്ച് ജീവിക്കുന്നതിനായി പ്രതികൾ മൻസൂർ മാലിക്കിനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം വീട്ടുപറമ്പിൽ കുഴിച്ചുമൂടുകയുമായിരുന്നു. തുടർന്ന് ഭർത്താവിനെ കാണാനില്ലെന്ന് കാട്ടി രേഷ്മ ബീവി ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ 1ാം പ്രതി ബീരുവിനെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇയാളെ പിടികൂടി. പിന്നീട് ജാമ്യം നൽകാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചാണ് വിചാരണ പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത ജീവനക്കാരനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മാടകത്തറ വെള്ളാനിശ്ശേരി തോപ്പിൽ വീട്ടിൽ ബിനോയിയാണ് അറസ്റ്റിലായത്. പുതുരുത്തി സ്വദേശി നിമീഷാണ് തട്ടിപ്പിനിരയായത്. വെറ്റിനറി കോളേജിൽ വരുന്ന ഒഴിവുകളിലേക്ക് പരീക്ഷയോ ഇന്റർവ്യൂ ഇല്ലാതെ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് പണം കൈപ്പറ്റിയത്. നിമീഷിന്റെ ഭാര്യയ്ക്കും സഹോദരനും ജോലി ലഭിക്കുന്നതിനാണ് പണം നൽകിയിരുന്നത്. പണം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നപ്പോഴാണ് നിമീഷ് പരാതി നൽകിയത്. നിരവധി പേരിൽ നിന്നും ബിനോയ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതായി പോലീസ് പറയുന്നു. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മുരളീധരൻ, സബ് ഇൻസ്പെക്ടറായ ഹരിഹര സോമു, പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ തീപിടുത്തം, ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. OK ആശുപത്രിക്ക് സമീപത്തുള്ള പറമ്പിലെ പുല്ലുകൾക്കാണ് തീ പിടിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീ പിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല. വരന്തരപ്പിള്ളി അമ്മുകുളം പട്ടികജാതി ഉന്നതിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. അമ്മുകുളം ഓളക്കയ്യൻ വേലായുധന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീട് വീണ സമയത്ത് വേലായുധന്റെ ഭാര്യ ഓമന, മരുമകൾ അശ്വതി എന്നിവർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കിഡ്നി രോഗബാധിതനായ വേലായുധൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലപ്പഴക്കമാണ് വീട് തകരാൻ കാരണമെന്ന് പറയുന്നു. വീട്ടുകാരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. വരന്തരപ്പിള്ളി പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പഴഞ്ഞി പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പുത്തൻപള്ളി സ്വദേശികളായ ഗോകുൽ, സുധാകരൻ, ഇതര സംസ്ഥാന തൊഴിലാളി ഗോൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറക്കൽ ഭാഗത്തുനിന്ന് പൈങ്ങാമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് മുമ്പിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളും ഭാഗികമായി തകർന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും കടലോര കായലോര ടൂറിസം വികസനത്തിനും മുൻഗണന നൽകി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി അവതരിപ്പിച്ചു. പ്രസിഡന്റ് P വിനു ആമുഖ പ്രഭാഷണം നടത്തി. 47 കോടി രൂപ വരവും 46 കോടി രൂപ ചെലവും 79 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിനും റോഡ് നിർമ്മാണം, ആരോഗ്യം തുടങ്ങിയ മേഖലയിലേക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീമതി സുബില പ്രസാദ്, ശ്രീ PM സിദ്ദിഖ്, മെമ്പർമാരായ ശ്രീ TC ഉണ്ണികൃഷ്ണൻ, ശ്രീമതി സജിനി ഉണ്ണിയാരമ്പുരക്കൽ, ശ്രീമതി രജനി ബാബു, സെക്രട്ടറി ഹേമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കൈതക്കൽ നഗർ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു.
നാട്ടിക ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾ സംരക്ഷിച്ചു പോന്ന 100-ലധികം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. KNM ചന്ദ്രാപിന്നി ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദിൽ വെച്ച് തദ്കിറ 2026 തസ്കിയത്ത് ക്ലാസും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.